ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെ 3 സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടി സപ്ലൈകോ. അരി, പരിപ്പ്, പഞ്ചസാര എന്നിവയുടെ വിലയാണ് വർദ്ധിപ്പിച്ചത്. സർക്കാർ സഹായം ലഭിച്ചിട്ടും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 7 വർഷത്തിനു ശേഷമുള്ള നാമമാത്രമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ പ്രതികരണം. മട്ട അരിക്ക് കിലോയ്ക്ക് 3 രൂപ കൂട്ടി. കുറുവ അരിയുടെ വില 30 രൂപയിൽ നിന്ന് 33 രൂപയാക്കി. പച്ചരി വില 26 രൂപയിൽ നിന്ന് 29 രൂപയായി. പഞ്ചസാരയ്ക്ക് കൂട്ടിയത് 6 രൂപയാണ്. 27 രൂപയായിരുന്നത് 33 രൂപയായി ഉയർന്നു. 111 രൂപയിൽ നിന്ന് തുവരപ്പരിപ്പിന്റെ നിലവിലെ വില 115. അതേസമയം ചെറുപയറിനും വെളിച്ചെണ്ണയ്ക്കുമുള്ള വില കുറച്ചിട്ടുമുണ്ട്. സർക്കാർ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിന് 225 കോടി രൂപ അനുവദിച്ചത് അടുത്തയിടയ്ക്കാണ്. 110 കോടി രൂപയായിരുന്നു സപ്ലൈകോയുടെ ആകെ കുടിശ്ശിക. സപ്ലൈകോയിലെ വില വർധനവ് പർച്ചേസ് റേറ്റ് കൂടിയതിനാലാണെന്നാണ് ഭക്ഷ്യമന്ത്രിയുടെ ന്യായീകരണം. ഇത് പൊതുവിപണിയേക്കാൾ 30% കുറവാണെന്നും മന്ത്രി പറഞ്ഞു. സ്വാഭാവികമായും ഇതുപോലെ ഉൽപ്പന്നങ്ങൾക്ക് 5-4 മാസം കഴിയുമ്പോൾ ചെറിയ ചില ക്രമീകരണങ്ങൾ, ചിലതിന് വില 1-2 രൂപ കൂടും. അരി മാർക്കറ്റിൽ 42 രൂപയ്ക്ക് വാങ്ങുന്ന അരിയാണ്, നമ്മൾ വാങ്ങുന്നത് 42 രൂപയ്ക്കാണ്. അതാണ് 31 രൂപയ്ക്ക് 32 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റിലെ വിലയേക്കാൾ 10-12 രൂപ വീണ്ടും അതിനേക്കാൾ കുറച്ചാണ്, വാങ്ങുന്ന വിലയേക്കാൾ കുറച്ചാണ് സപ്ലൈകോ കൊടുക്കുന്നത്. അത്ര കണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിലേക്ക് സപ്ലൈകോ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. അതേസമയം സംസ്ഥാനത്ത് ഓണം ഫെയറുകൾ ഇന്ന് ആരംഭിച്ചു. 14 വരെയാണ് ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുക. ജില്ലാതല ഫെയറുകൾ നാളെ മുതൽ 14 വരെ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങളോടെ സംഘടിപ്പിക്കും. 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ FMCG ഉൽപ്പന്നങ്ങൾ, ശബരി ഉൽപ്പന്നങ്ങൾ, മിൽമ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പഴം, ജൈവ പച്ചക്കറികൾ എന്നിവ മേളയിൽ വിലക്കുറവിൽ വിൽപ്പന നടത്തും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.